ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോറയൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് എന്താ കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തായാലും പഴംപൊരിക്ക് ഉള്ള പഴം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പഴം കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല പഴുപ്പമായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. ഇളയച്ചി മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോറേ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പം ഇന്ന് കടിക്ക് എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും പാടെ കൂടുമ്പോൾ എന്താ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നലെ പൂവട ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇന്നും പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പഴമൊക്കെ എടുത്ത് പഴംപൊരി ഉണ്ടാക്കാൻ റെഡി ആയത് കേട്ടോ. അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ എണ്ണ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ കേട്ടോ. ഞാൻ പിന്നെ മാവ് ആദ്യം തന്നെ കുഴച്ചൊന്നും വെച്ചിട്ടില്ല. ഈ എണ്ണ ചൂടാവണ സമയം വരെ ഒന്ന് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോഴേക്ക് എണ്ണ ചൂടാകുമ്പോഴേക്ക് പഴമൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. മക്കൾ കഴിക്കുന്നതുകൊണ്ട് പഴം ഞാൻ വലിയ പഴമായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ പഴയതുകൊണ്ട് ഇനി വലിയ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവർ ചിലപ്പോൾ അത്യാവശ്യത്തിലേറെ കഴിക്കും കേട്ടോ. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വേണ്ടെങ്കിലും അവർ ഉണ്ടാക്കി വെച്ച് കണ്ടാലും എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇടുമല്ലോ. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഇതാക്കണം. അങ്ങനെ പഴമൊക്കെ മുറിച്ച് വെച്ചപ്പോഴേക്ക് പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അയക്ക് പഞ്ചസാരയും പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് പിന്നെ നമ്മളെ പഴംപൊരിക്കുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിരുന്നു. അപ്പോൾ ഇനി പഴംപൊരി ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പഴംപൊരി ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ട് അത് നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇട്ട് നോക്കുമ്പം നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്തൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും വന്നിരുന്നു, നല്ല പൊന്തിയും വന്നിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം കൂട്ടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതിക്കാണെങ്കിൽ ഞാൻ അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയത്. എന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ട് ചുട്ടെടുക്കുകയാണ്. ഇവിടെ എൻ്റെ മക്കൾ സ്കൂളില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ചോറേ കഴിഞ്ഞാൽ ചോദിക്കും ഉമ്മച്ചിയെ ഇനി 4 മണിക്ക് കടിക്കുക എന്താന്ന്. സ്കൂൾ വിട്ട് വരുമ്പോഴും അതേ ചോദ്യമായിരിക്കും കേട്ടോ. എന്താ എന്താ ഇന്ന് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അധിക ദിവസം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കലാണ്. പിന്നെ ഇല്ലാത്ത അന്ന് ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒപ്പിക്കും ചെയ്യും കേട്ടോ. എന്നും എണ്ണക്കടി കൊടുത്താൽ ശരിയാകൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഒപ്പിക്കലും ഉണ്ട്. അങ്ങനെ പിന്നെ പഴംപൊരിയൊക്കെ ആയ ഉടനെ തന്നെ മക്കൾ ചായയൊന്നും ചൂടാറാനും ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഓരോന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചിരുന്നു. പിന്നെ ചായയൊക്കെ ചൂടാറ്റി അവർക്ക് പഴംപൊരിയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് കുന്നുമ്മ വരെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുന്നുമ്മക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയാം, നമ്മൾ കുന്നിൻ്റെ അവിടെ എത്തണ വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എത്തിയപ്പം അന്തരീക്ഷത്തിൻ്റെ മട്ടും മാവൊക്കെ മാറിയെന്ന് പറയില്ലേ, നല്ല മഴക്കുള്ള കോളുണ്ടായിരുന്നു. ആകാശമൊക്കെ കറുത്തിരുണ്ടിങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വല്ലാതെ മേലക്കണ്ട് കയറിയില്ല. അവരെ കൊണ്ട് വന്നതല്ല, അപ്പോൾ കയറാതെ പോയാൽ മോശമല്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് ദൂരം വരെ ഇങ്ങനെ കയറി കേട്ടോ. നല്ല മേലക്ക് കയറുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പിന്നെ ഞങ്ങൾ വല്ലാണ്ട് കയറിയില്ല, താഴെ തന്നെ കുറച്ചുകൊണ്ട് മേലക്ക് കയറിയിട്ട് കുട്ടികളവിടെ കുറച്ച് നേരം ഓടിക്കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ പോയി ഇങ്ങനെ ഇരുന്നാൽ തന്നെ നല്ലൊരു കാറ്റൊക്കെ ഇക്കാരം. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിക്കണതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് പറഞ്ഞു അവിടെ 2 കുരുവിക്കുട്ടികളുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നോക്കുമ്പം 2 കുഞ്ഞു കുട്ടികളുണ്ട്. എന്തിൻ്റെ കുട്ടികളാണെന്നൊന്നും അറിയില്ല കേട്ടോ. ചുണ്ടൊക്കെ കണ്ടിട്ട് മരംകൊത്തിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ 2 തള്ളാൾ ആ കൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നു കേട്ടോ. ഇനി അവർ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ഇത് ചാടിയതാണോ ഒന്നും അറിയില്ല. എന്തായാലും 2-3 കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോയപ്പോൾ 2 മാങ്ങ എടുത്തിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയും മുളകും പൊടിയും ഉപ്പും ഒക്കെ എടുത്തിട്ടാണ് പോയത്. കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് പോയത്. പക്ഷേ അന്തരീക്ഷം നമ്മളെ സമ്മതിച്ചില്ല എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ ഇറങ്ങുമ്പം അവിടെ 2 കുട്ടികളല്ല കേട്ടോ, 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ തള്ളയൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ നിന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് പോയൊരു കവർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. ആ കവർക്ക് ആ 3 കുട്ടികളെയും വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അവർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. അവർ വട്ടമിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തിരയുണ്ടായിരുന്നു കേട്ടോ. അവരെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ചാടിപ്പോയതേക്കാരം. അങ്ങനെ ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വരുന്ന അവിടെ ഒരു വീടിൻ്റെ അവിടെ കുറച്ച് മുല്ലമുട്ടും ഇങ്ങനത്തെ കനകാപരത്തിൻ്റെ പൂവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസും മിന്നൂസും ഒക്കെ അതൊക്കെ പറിച്ചു. പക്ഷെ അവർക്ക് കോർക്കാനറിയില്ല കേട്ടോ. അപ്പം ഞാനത് ഒരു രസമല്ലേ എന്നും പറഞ്ഞിട്ട് തലയിൽ വെക്കൊന്നുമില്ല, പക്ഷെ അവർക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എടുത്തു കൊണ്ടുവന്നപ്പോൾ ഞാനെന്താ ചെയ്തത് അതൊക്കെ ഒന്ന് കോർത്ത് കൊടുത്തു കേട്ടോ. ഒരു 1/4 മുളത്തോളം വന്നിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട്
അരിയും തേങ്ങയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇവിടെ മദ്രസിൽ റേഞ്ചാണ് കേട്ടോ, ചൊവ്വാഴ്ച. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് 10 ഉസ്താദ്മാർക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ 120 ഉസ്താദുമാർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കുള്ള കടി എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. കറിയും ചായയൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും. അപ്പം ഇവിടുന്ന് അപ്പം കുറച്ച് പത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു വീട്ടിൽ നിന്ന് 4-5 ആൾക്കാർക്ക് കൊടുത്താൽ മതി. പിന്നെ ഇളയച്ചും കുട്ടികളും ഉണ്ടായതുകൊണ്ട് ഞാനും ഇളയച്ചും കൂടി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ച് വെക്കുമ്പോഴേക്ക് പിന്നെ ഉച്ചക്കത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇളയച്ചു പറഞ്ഞു ഇനിയിപ്പോൾ ഒരു 2 ഗ്ലാസ് അരി ഇട്ടിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഓള് നെയ്ച്ചോറ് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരി അരച്ച് വെച്ചും ചെയ്തു. ഓള് നെയ്ച്ചോറൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കണത്. ഒരു വിസിലിന് ഓഫാക്കിയിട്ടാൽ പിന്നെ ആവി പോകുമ്പോൾ നെയ്ച്ചോറ് റെഡി ആക്കുമല്ലോ. അങ്ങനെ അവൾ പിന്നെ ഉള്ളി വാട്ടലും ക്യാരറ്റ് അരിയലും ഒക്കെ കഴിഞ്ഞ് അരിയൊക്കെ കഴുകി നെയ്ച്ചോറിനുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇളയച്ചി മക്കൾ 2 ദിവസത്തിന് വിരുന്ന് വന്നാണ് കേട്ടോ. വിരുന്ന് വന്നതെന്ന് വെച്ചിട്ട് അവൾക്ക് റെസ്റ്റൊന്നും കൊടുക്കണില്ല. ഞാനൊരു പണിയെടുക്കുമ്പം ഓളിൻ്റെ കൂടെ തന്നെ കൂടിയിട്ട് എല്ലാ പണികളും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരി അരച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അവൾ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ വിസിൽ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി. ഒരാൾക്ക് ഇറച്ചി വേണം, ഒരാൾക്ക് ഇറച്ചി വേണ്ട, ഒരാൾക്ക് കറി മാത്രം മതി, ഒരാൾക്ക് ഇച്ചിരി ഇട്ടിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.